യഥാർത്ഥത്തിൽ വിജയ് മല്യ എന്ന് പറയുന്നതിന് ഒരു ഓപ്പണിംഗ് കൊടുത്തത് ജനതാദൾ എസ് ആണ്, ദേവഗൌഡയുടെ പാർട്ടിയാണ് രാജ്യസഭയിലേക്ക് വരാൻ ഓപ്പണിംഗ് കൊടുത്തത്. ലളിത് മോദിക്കും അതുപോലെ തന്നെ ഒരു ഓപ്പണിംഗ് കൊടുത്തത് BJP ആണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ 7 അയലത്ത് കയറുവാൻ ഈ ലളിത് മോദിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ വസുന്ധര രാജ സിന്ധ്യ അവിടെ അധികാരത്തിൽ എത്തിയതിന് ശേഷമാണ് മോദി രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആകുന്നതും തുടർന്ന് നമ്മുടെ ശരത് പവാർ ഇടതുപക്ഷത്തിലെ ഘടകകക്ഷിയായ NCPയുടെ നേതാവ് ശരത് പവാറിന് BCCIയുടെ പ്രസിഡന്റ് ആകുവാൻ വേണ്ടിയുള്ള ശരത് പവാറിനാണോ ശ്രീ വേണുമോഹനുള്ളത്? ഇപ്പം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമല്ലോ. അപ്പം ശരത് പവാറിന് BCCIയുടെ പ്രസിഡന്റ് ആകാൻ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് ലളിത് മോദിയെ വൈസ് പ്രസിഡന്റ് ആക്കിക്കൊണ്ടാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. ഇവിടെ എല്ലാം നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ലളിത് മോദിയുമായിട്ടോ വിജയ് മല്യയായിട്ടോ യാതൊരു ബന്ധവുമില്ലായിരുന്നു. വിജയ് മല്യ ഈ രാജ്യത്തെ ജനങ്ങളെ കോടാനുകോടി ജനങ്ങളുടെ കാശ് പറ്റിച്ചുകൊണ്ട് കടന്നപ്പോൾ ലളിത് മോദിയുടെ വിഷയം അങ്ങനെ ഒരു സംഭവമല്ല. അത് ഉന്നതന്മാർ തമ്മിൽ നടന്ന റാക്കറ്റുകളെ അതുമായിട്ട് ബന്ധപ്പെട്ട ആണ് ലളിത് മോദിക്കെതിരായിട്ടുള്ള അന്വേഷണം വന്നത്. അത് നമ്മുടെ ഇന്ത്യയിലെ ഒരു കോടതി പോലും ലളിത് മോദി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടില്ല. അപ്പം അത് അദ്ദേഹത്തിന് പാസ്പോർട്ട് ഉപയോഗിച്ച് പുറത്തു പോകാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നടന്ന അന്വേഷണങ്ങളിലൊന്നും അദ്ദേഹം ഭാഗഭാക്കാക്കാത്തത് കൊണ്ട് അന്നത്തെ UPA ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. വിജയ് മല്യയ്ക്ക് ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ സഹായം ലളിത് മോദിയുടെ കാര്യത്തിൽ UPA ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ എവിടെയും കോൺഗ്രസിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചവിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചവിട്ട് കോൺഗ്രസിനും കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ആ നയം മാറ്റിയിട്ട് ഇങ്ങനെയുള്ള വിഷയത്തിൽ നിഷ്പക്ഷതയോടുകൂടി കാണുവാനും അന്ധമായ കോൺഗ്രസ് വിരോധം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കാണിച്ച വിജയ് മല്യക്കെതിരായിട്ടുള്ള വികാരം രേഖപ്പെടുത്തുവാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രീ ദേവദാസ്, അങ്ങനെ നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസിലേക്ക് എത്തരുത്, കോൺഗ്രസിലേക്ക് വിമർശനം എത്തരുത്, BJPയിലേക്ക് മാത്രം ഒതുങ്ങണം ആ വിമർശനം. ഓക്കെ, അതാണ് ശ്രീ ഡോക്ടർ വേണുമോഹൻ പറയുന്നത്. വിജയ് മല്യയുടെ വിഷയത്തിൽ സംഭവിച്ചതല്ല ലളിത് മോദിയുടെ വിഷയത്തിൽ സംഭവിച്ചത്. ശ്രീ ദേവദാസ്, ഇത് ഇപ്പം നമ്മളെ വീട്ടിൽ കള്ളൻ നമ്മളെ വീട്ടിൽ കള്ളൻ മുരുട കെട്ടാൽ ലുങ്കി ഉടുത്ത് വന്നിട്ട് മുരുട കെട്ടാലും പാൻ്റ് ഇട്ട് വന്ന് മുരുട കെട്ടാലും കള്ളൻ തന്നെയല്ലേ വിളിക്കുക. അതാണ് ഇവർ ബൈഫർക്കേറ്റ് ചെയ്യുന്നത്. ലളിത് മോദി പാൻ്റ് ഇട്ടിട്ടാണ് കട്ടെ, മറ്റവൻ ലുങ്കി ഇട്ടിട്ടാണ്. ഇതിൽ ജനതാദളെല്ലാം അതെല്ലാം 2000-ലാണ്. അപ്പം വിപ്പ് നൽകി അവർക്ക് കോൺഗ്രസിന്റെ 3 എണ്ണത്തിന് പൈസ കൊടുത്തിട്ട് അല്ലേ ജനതാദളിന്റെ അയാൾ ജയിക്കൂലായിരുന്നു. വിപ്പ് ലംഘിച്ചിട്ട് ആദ്യമായിട്ട് എത്തിയത്. അത് ഒന്ന് പിന്നെ 2012 മുതൽ CBI ബാങ്കിന് കൺസോർഷ്യത്തിന് കേസ് കൊടുത്തതാ. ചിദംബരം നോക്കി വെക്കുമായിരുന്നു. കോൺഗ്രസ് അല്ലേ 2012 ഉണ്ടായത്? അതല്ലേ ചോദ്യം. പിന്നെ ലളിത് മോദിന്റെ എതിരെ കേസില്ല എന്ന് പറയുന്നത് അത് അറിയാത്ത പറഞ്ഞ വേണുമോഹൻ ഒന്ന് നോക്കണം. മദ്രാസ് പോലീസ് സ്റ്റേഷനിൽ BCCIന്റെ കേസുണ്ട്. അതുകൊണ്ടാണ് BCCI ലളിത് മോദിനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾ അത് മറച്ചു വെച്ചു. നിങ്ങൾ ഈ EDന്റെ പൈസയും കൊണ്ട് ഇതാക്കി. തൽക്കാലം ഈ കോർപ്പറേറ്റിൻ്റെ കൈക്കൂലി വാങ്ങിയിട്ട് ജീവിക്കുന്നവരാണ് BJPയും കോൺഗ്രസും. അതിൻ്റെ ഈ വരുന്ന ഫിനാൻസ് മിനിസ്റ്റേഴ്സാണ് ജെറ്റ്ലിയും ചിദംബരവും സെയിമാണ്. അതിൽ ഒന്ന് കാവി കൊടുത്തിട്ട് കക്കുന്നു, മറ്റവൻ കാതി കൊടുത്ത് കക്കുന്നു, അതേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഇനി ഇതേ ഈ മല്ലയ്യനെ ഇപ്പം എന്നാൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിൻ്റെ അസറ്റ്സ് ഫ്രീസി IPL നിന്ന് പുറത്താക്കുക. ആരെങ്കിലും ധൈര്യം കാണിക്കുക. ലളിത് മോദിൻ്റെ RRനെയും ഇതും പുറത്താക്കുക. ശില്പ ഷെട്ടി ബ്രാൻഡ് അംബാസിഡറാണ് യോഗേൻ്റെ മറ്റേ ഈ മോഡിൻ്റെ. അതെങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ ആരെയും പുറത്ത് IPL ഒന്ന് നിർത്തിവെക്കൂ. കള്ളപ്പണം. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കാനല്ല ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്. ക്രിക്കറ്റ് ഈസ് എ ജെന്റിൽമാൻ. ഈ കൈക്കൂലിയെല്ലാം IPL ഇട്ട് കളിക്കുന്നതാണ് നിങ്ങൾ നേരെ കാണുന്നത്. അതുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ള മുതൽ അതാണ് നിങ്ങളെ നേതാവ് രാജീവ് ശുക്ല എന്തുകൊണ്ടാണ് IPL 6 ഫിക്സ് ചെയ്ത് IPL 6ന്റെ ചെയർമാനായിട്ട് BJP ആയി ഇപ്പം വന്നത്. അതും നിങ്ങൾ നോക്കൂ. 9ലും വരുന്നത്
നിങ്ങൾ ഇതിൽ വ്യത്യാസമൊന്നുമില്ല. രാവിലെ കോൺഗ്രസും ബി ജെ പി എല്ലാം തമ്മിൽ തല്ലുള്ളൂ, രാത്രി ബായ് ബായ് പറഞ്ഞ് കള്ളും കുടിച്ചിരിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുന്നു. കള്ളപ്പണക്കാർക്ക് ഒത്താശ ചെയ്യുന്നു. കർഷകർ, റബ്ബർ കർഷകരും നെൽ കർഷകരും എല്ലാം ആത്മഹത്യ ചെയ്യുന്നു, ചെറുകിടക്കാർ ആത്മഹത്യ ചെയ്യുന്നു, നഴ്സിങ്ങിന് ലോൺ എടുത്തവർ ആത്മഹത്യ ചെയ്യുന്നു. അതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇവിടെ എത്ര എന്നിട്ട് ഈ വ്യാപാരിനെയാണ് ധൈര്യശാലികൾ, പട്ടാളത്തിനെ കാട്ടും അതേ ധൈര്യശാലിയാണ്. 9,000 കോടി പോക്കറ്റ് അടിക്കാരനെല്ലാം ഇന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് എല്ലാത്തിനെയും വിടണം രാത്രി. ഈ രാജ്യത്തുള്ള 1.5 ലക്ഷം തടവുകാരെ ഇന്ന് രാത്രി വിടണം. മല്ലയ്യ പുറത്തു പോയോണ്ട് വിടണം. എന്താ പറയുക, അവർ 100 രൂപ കട്ടുകൊണ്ടാണ് ഉള്ളിലേക്കുന്നത്. 9,000 കോടി കട്ട് അവരുടെ കള്ളും കുടിച്ച് അവരുടെ പ്ലെയിനിൽ സഞ്ചരിച്ച MLA-മാർ. എന്നിട്ടും അതും ഇയാൾ എയർലൈൻ സമിതിയിലുണ്ട്, പാർലമെന്ററി എയർലൈൻ സമിതിയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ അനുയോജ്യമല്ല. ഈ ബിജെപിയും കോൺഗ്രസും ഒന്നാണ് എന്ന് പറയുന്ന അങ്ങയുടെ മനോഭാവത്തെ കുറിച്ച് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം കോൺഗ്രസും ബിജെപിയും കൂടെ ഒന്നിച്ച് യോജിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് പറയുമ്പോൾ രാജസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിനകത്ത് നിന്നുകൊണ്ട് ദേശീയ പൊളിറ്റിക്സിനെ കാണരുത്. എങ്ങനെ മല്ലയ്യ വന്നു എന്റെ വേണുമോഹൻ, അത് നിങ്ങളെ നേതാവോട് ചോദിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, വിജയ് മല്യ എന്ന് പറഞ്ഞ ഒരാളെ ഇത്രയും വളർത്തുന്നതിനുള്ള അടിത്തറയിട്ടത് ജനതാദൾ അതിന്റെ നേതാവ് ദേവഗൌഡയുമാണ്. ഒരാൾക്ക് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം അതിലൂടെ കൂടുതലും ഓട്ടിക്കുവാൻ തുടങ്ങി. ശരി ശരി ശ്രീ കെ വി എസ് താങ്കളിലേക്ക് എത്താം. അതായത് ശ്രീ കെ വി എസ് വെറും ഏജൻസ് ആണ്. ശ്രീ കെ വി എസ് താങ്കളിലേക്ക്, അതായത് ഇത്തരത്തിലൊരു കാര്യം BJP-യെയും കോൺഗ്രസിനെയും ഒരുപോലെ പറയുമ്പോൾ അത് അരാഷ്ട്രീയവാദം മൂത്തിട്ടല്ല, തികച്ചും ഭരണകൂട താല്പര്യങ്ങൾ മുൻനിർത്തി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. ഇത് സാമ്പത്തിക നയത്തിൽ നാം കണ്ടുവരുന്നതാണ്. നേരത്തെ ശ്രീ രാജീവിനെ പോലെയുള്ള ബാങ്ക് എംപ്ലോയീസ് നേതാവ് പോലും പറയുന്നതും അതൊക്കെ തന്നെയാണ്, നാം കണ്ടുവരുന്നതും അതൊക്കെ തന്നെയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ DRTയുടെ ഇടപെടൽ കൊണ്ടാണ് ബ്രിട്ടീഷ് മദ്യ കമ്പനിയായ ഡിയോജിയോയിൽ നിന്ന് ഉള്ള 515 കോടി, അതായത് $7.5 കോടി തടഞ്ഞു വെക്കാനായത്. ഇത്തരത്തിലുള്ള ഇടപെടൽ DRTയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ രാജ്യം വിടാതെ അയാളെ നോക്കേണ്ടത് ഇവിടെ പോലീസിനെയും പട്ടാളത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ്. അവിടെയാണ് സർക്കാരിന്റെ പ്രശ്നം. ശ്രീ കെ വി എസ് അല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതിനെ ഒരു തനി രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇതിനെ മാറ്റരുതെന്ന എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. രാഷ്ട്രീയം പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് വേദികളുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാൻ സാധിക്കും. പക്ഷെ അതിനുപരിയായിട്ട് ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത് ഒരു രാത്രി കൊണ്ടുണ്ടായതുമല്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഡ്ജറ്റിൻ്റെ സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത് 4 ലക്ഷം കോടി രൂപയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് നമ്മുടെ ബാങ്കുകളുടെ. അതിൽ 22 സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സും പെടും, പിന്നെ ഏതാണ്ട് പ്രൈവറ്റ് ബാങ്ക്സിൻ്റെയും കൂടി പെടുന്നതാണ് ഞാൻ ഈ പറയുന്നത്. 4 ലക്ഷം കോടി രൂപ. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 1164 ഡിഫോൾട്ടേഴ്സിൻ്റെ വകയുള്ളത് 11,700 കോടി രൂപയാണ്. കേരളത്തിലെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നമ്മൾ പുനാരിക്കുന്ന ബാങ്കാണ്, അവർക്കുണ്ട് 839 കോടി രൂപ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദാണ് വേറൊരു വലിയ ബാങ്ക്, അവർക്കുണ്ട് 2088 കോടി രൂപ. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിലെ കണക്കാണ്, 2015 സെപ്റ്റംബറിലെ കണക്കാണ്. അപ്പോൾ ഈ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അത് ആരെ കുറ്റപ്പെടുത്തിയാലും ആരെ ആക്ഷേപിച്ചാലും പൈസയാണ്, നാട്ടുകാരുടെ പൈസയാണ്. ഈ പൈസ ശ്രീ കെ വി എസ്, അതായത് രാഷ്ട്രീയ ഇടപെടലിന്റെ ഇച്ഛാശക്തി കുറവാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയം, യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, വസ്തുതാപരമായി ഇത്തരം കണക്കുകളൊക്കെ ശരിയാണ്. കോടിക്കണക്കിന് വരുന്ന കള്ളപ്പണം ഈ നാട്ടിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിലേറുന്നത്. ആ ഭരണകൂടത്തെ തിരുത്താൻ എത്തിയവരാണ് ഇങ്ങനെ കള്ളപ്പണക്കാരെ പുറത്തേക്ക് അയക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തവണ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ കണ്ടത് ഒരു ബാങ്ക്സ് ബോർഡ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായി. നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. നമ്മൾ ഈ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ സത്യസന്ധനെന്ന് എല്ലാവരും പാടി പുകഴ്ത്തുന്ന വിനോദ് റായി അതിന്റെ ചെയർമാനായിട്ട് വച്ചു.
രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം. ഒന്ന്, ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനിക്കുന്നതിനുള്ള മാർഗദർശനം നൽകുക, പേരുകൾ നിർദ്ദേശിക്കുക. രണ്ട്, ഈ NPA വരുന്ന വലിയ തുക കിട്ടാക്കടമുള്ള ആ തുക വീണ്ടെടുക്കാൻ വേണ്ടുന്ന നടപടികൾ നിർദ്ദേശിക്കുക. അങ്ങനെ വിനോദ് റായിയെ പോലുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തട്ടെ. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മോൾ കിട്ടാനുള്ള അല്ലെങ്കിൽ കിട്ടാക്കടമായിട്ട് കിടക്കുന്ന 1,15,000 കേസുകൾ ഫയൽ ചെയ്തു കോടതിയിൽ. അതും ഈ കഴിഞ്ഞ 18-20 മാസത്തിന് ശേഷം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള തീവ്രമായ നടപടിയുടെ ഭാഗം തന്നെയാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മല്ലയ്യയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി നോക്കണം. ഈ മല്ലയ്യക്ക് പണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് CBIയുടെ ഒരു നോട്ട് ഉണ്ടായിരുന്നു. IDBI ബാങ്ക് ആ സമയത്താണ് 900 കോടി റുപ്യ മല്ലയ്യക്ക് കൊടുത്തത്. അത് UPA ഗവൺമെൻറ് കാലത്താണ്. നമ്മൾ വേറൊരു കാര്യം കൂടി ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, 308 കോടി റുപ്യയാണ് മല്ലയ്യക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തത്. അതിന് കൊടുത്ത ഈടെന്താണെന്നറിയാമോ? ഓഫീസ് സ്റ്റേഷനറി പ്ലഡ്ജ് ചെയ്തിട്ടാണ്. അതായത് കിങ്ഫിഷർ എയർലൈൻസിൻ്റെ ഓഫീസ് സ്റ്റേഷനറി പ്ലഡ്ജ് ചെയ്തിട്ട് 308 കോടി റുപ്യ ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം താല്പര്യമാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? പഞ്ചാബ് നാഷണൽ ബാങ്ക് 290 കോടി റുപ്യ കൊടുത്തത് 17,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ബോംബെയിലെ ഒരു കെട്ടിടം പ്ലഡ്ജ് ചെയ്തിട്ടാണ്. 400 കോടി റുപ്യ വിജയ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരും കൂടി കൊടുത്തത് ഈ മല്ലയ്യയുടെ കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് നിഷ്പക്ഷമായിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയപരമായി സംസാരിക്കരുത് എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പം പറയുന്നത് രാഷ്ട്രീയമാണ്. ഈ ഗവൺമെന്റ് ആണ് വിജയ മല്യയെ രക്ഷപ്പെടുത്തിയത്. അതിൽ നമുക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. UPA ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രമാണ് ഞാൻ വിവരിച്ചത്. UPA ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെ പിടിക്കുവാനുള്ള നിയമം കൊണ്ടുവന്ന UPA ഗവൺമെന്റാണ്. പോയ പ്രശ്നം ഗൗരവതരം തന്നെയാണ്. അതിൽ ഗവൺമെന്റിന് വീഴ്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. ഗവൺമെന്റ് ഇപ്പൊ ഇത് ചെയ്തത് വളരെയധികം തെറ്റാണ്. 9,000 കോടി രൂപ കട്ട ഒരു കാട്ടുകള്ളനെ നിയമത്തിന്റെ എല്ലാ പഴുതുകളിൽ നിന്നും രക്ഷപ്പെടുത്തി വിദേശത്തേക്ക് കടക്കുവാൻ വിട്ടത് തെറ്റാണ്. അത് രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ അതിനെ സംസാരിക്കണം. രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ് ഈ ഗവൺമെന്റിനെ ന്യായീകരിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. UPA ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം വെട്ടിപ്പീര് നടത്തിയെങ്കിൽ അതെല്ലാം നിയമത്തിന്റെ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് 1,500 തൊഴിലാളികളാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തിയത്. 1,500 തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാതെ വലയുന്ന ഒരു അവസരത്തിൽ വളരെ ചുളുവിൽ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞത് അങ്ങേയറ്റത്തെ തെറ്റാണ്. തീർച്ചയായും. ശ്രീ രാജീവ്, താങ്കളിലേക്ക് എത്തിയാൽ, അതായത് BBB ബാങ്ക്സ് ബോർഡ് ബ്യൂറോ ഒക്കെ വിനോദ് റായിയുടെ ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ഒരുപാട് ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗത്ത് നടത്തി. ആ ശ്രമങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണോ ഇപ്പോഴത്തെ വിജയ് മല്യയുടെ കടന്നുപോകൽ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. അതൊരു പക്ഷേ രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുപാട് ഒരുക്കുമ്പോൾ തന്നെ താങ്കൾ നേരത്തെ ശ്രീ KVS പറഞ്ഞതുപോലെ 819 കോടി രൂപയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് പോലും പിരിഞ്ഞു കിട്ടാനുള്ളത്. ഇങ്ങനെ ഒട്ടനവധി കണക്കുകൾ അദ്ദേഹം നിരത്തുന്നു. ഇതൊക്കെ മുമ്പോട്ട് വെക്കുന്നത് എന്തുതരം സാമ്പത്തിക ആശങ്കയാണ് ശ്രീ രാജീവ്? യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇന്ദ്രധനുഷ് സ്കീമിലെ ഒരു രണ്ടാമത്തെ കാര്യമാണ് ഈ ബാങ്ക് ബോർഡ് ബ്യൂറോ. അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്തിന് കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവുകളായി ഇതുവരെയും ബാങ്കിങ്ങിൽ വലിയ പരിചയമോ പ്രാവീണ്യമോ ഇല്ലാത്ത സ്വകാര്യ മുതലാളിമാരെ ഈ കാര്യം ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബാങ്ക് ബോർഡ് ബ്യൂറോയുടെയും ലക്ഷ്യം. നമ്മൾ ഇത് കണ്ടതാണ്. ഇതിൻ്റെ ഇന്ദ്രധനുഷ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ വന്ന കാര്യം
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിൽ ഒന്നായ കനറ ബാങ്കിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ലക്ഷ്മി വിലാസ് ബാങ്ക് എന്ന വളരെ ചെറിയ ഒരു ബാങ്കിന്റെ മേധാവിയെ നിയമിക്കുകയാണ്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയിൽ അതിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവായി ഒരു സ്വകാര്യ കമ്പനിയിലാണ് വരുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളിലേക്ക് സ്വകാര്യ കുത്തകകളുടെ നോമിനികളെ എത്തിക്കുന്നതിനുള്ള ഒരു പണിയാണ് ഈ പറയുന്ന ഇന്ദ്രധനുഷും അതുപോലെ BBBയും എല്ലാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും അവർക്ക് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ കൃത്യമായ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തതിന് പുറമെയാണ് ബാങ്കിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവിലേക്ക് വരെ സ്വകാര്യ കുത്തകകളുടെയും കോർപ്പറേറ്റുകളും ആളുകളെ നിയമിക്കുന്നത്. അത്തരത്തിൽ നിയമിക്കുന്നതിനുള്ള ഒരു പദ്ധതി മാത്രമാണ് യഥാർത്ഥത്തിൽ BBBയും അതിൽ പ്രഖ്യാപിച്ച. തീർച്ചയായും രാജീവ് വ്യക്തമാണ്. ശ്രീ രാജീവ് വ്യക്തമാണ്. ശ്രീ KVS കേട്ടല്ലോ, അങ്ങനെ ഒരു മാനം കൂടിയുണ്ട്. ആ മാനങ്ങളൊക്കെ കോർത്തിണക്കിയിട്ട് അതിന്റെ ഉദ്ദേശം തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള മുതലാളിമാരോടുള്ള മല്ലി അടക്കമുള്ളവരോടുള്ള കോൺഗ്രസ് സമീപനം BJP തുടരുന്നത് വെച്ചിട്ട് കൂടിയാണ് എന്നതാണ് ശ്രീ രാജീവ് പറഞ്ഞു വെച്ചതിന്റെ മറ്റൊരർത്ഥം. ശ്രീ KVS, ചർച്ച തുടരുമ്പോൾ വളരെ ചെറിയ സമയമുള്ളത് കൊണ്ട് താങ്കൾ ക്ഷമിക്കണം. വളരെ പെട്ടെന്ന് ഒരു 15 സെക്കൻഡ് കൊണ്ട് താങ്കൾ മറുപടി തരണം. അതായത് 1 ലക്ഷം രൂപയ്ക്ക് പേഴ്സണൽ ലോണിനായി ബാങ്കിനെ സമീപിച്ചാൽ പോലും കിട്ടാൻ പാടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കടക്കം താങ്കൾക്കടക്കം അറിയാം അത്തരം അനുഭവങ്ങൾ ബാങ്കിന്റെ മേഖലയിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ വിജയ് മല്യ രക്ഷപ്പെടുമ്പോൾ തീർച്ചയായും സർക്കാർ ചെയ്യേണ്ട കടമ ചെയ്തോ ഇല്ലയോ? അല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തോ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇത്തരം വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, അദ്ദേഹം ഒരു MP ആയിരുന്നു. ആ പദവികൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ശ്രീ KVS, അതായത് ഇതൊക്കെ ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന യാദൃച്ഛികമായ സംഭവ വികാസങ്ങളല്ല. പിന്നെയോ താങ്കൾ നേരത്തെ പറഞ്ഞ BBB അടക്കമുള്ളവയിലേക്ക് അവരോധിക്കപ്പെടുന്ന കൃത്യമായ മൂലധന രാഷ്ട്രീയത്തിന്റെ വൈകല്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ശ്രീ രാജീവിനെ പോലെയുള്ള എംപ്ലോയീസ് യൂണിയൻ നേതാക്കന്മാർ പറയുന്നു. അതുകൂടി താങ്കൾ പെട്ടെന്ന് അഡ്രസ് ചെയ്താൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിനോദ് റായെ പോലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനെയാണ്, CAG ആയിരുന്ന വിദഗ്ധനെയാണ് അതിൽ ചെയർമാനായിട്ട് വച്ചിട്ടുള്ളത്. അവിടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇംപെക്കബിൾ റെക്കോർഡുള്ള, കറപ്റ്റ് ഫ്രീ ആയിട്ടുള്ള, കാപ്പബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാവണം ഇനി ബാങ്കിങ് മേഖലയിൽ വരേണ്ടത് എന്നത് മാത്രമാവണം. കാരണം നമുക്കറിയാം വിനോദ് റായിയുടെ കാര്യത്തിൽ, അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ആക്ഷേപം പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഗവൺമെൻറ് നടപടി സ്വീകരിക്കാൻ പോകുമ്പോൾ അതിനെ സംശയത്തോടെ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബാങ്കിങ് മേഖലയിൽ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ടായേ പറ്റുള്ളൂ. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ചെറിയ പ്രശ്നങ്ങളല്ല അഭിമുഖീകരിക്കുന്നത്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡിൽ വേഗം. ഇതിൽ വളരെ കൃത്യമാണ്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ പണം, ആ സാധാരണ ജനങ്ങളുടെ പണം ഇന്ത്യൻ മൂലധന ശക്തികൾക്ക് ഒഴുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായ പ്ലാൻ ഇന്ത്യയിൽ ഈ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്ന് പേരിട്ടുകൊണ്ട് 1993 മുതൽ നടപ്പാക്കിയ എല്ലാവിധ ബാങ്കിംഗ് മേഖല പരിഷ്കാരങ്ങളിലും നടന്നു വന്നിട്ടുണ്ട്. ഇതിനെതിരായി ബാങ്കിലെ മുഴുവൻ ജീവനക്കാരും ഈ പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണ ജനതയ്ക്ക് എതിരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അവസാനം ശ്രീ ദേവദാസ്, താങ്കളിലേക്ക് എത്തുകയാണ്. അതായത് പരിഷ്കാരങ്ങൾ വഴി എന്തൊക്കെ മാറ്റിമറിക്കാം എന്നതാണ് പറഞ്ഞതെങ്കിൽ, കള്ളപ്പണത്തെക്കുറിച്ച് മോഡി പറഞ്ഞത്, ഒടുവിൽ സൈനികരെക്കാൾ മിടുക്കരാണ് വ്യവസായികൾ എന്ന് പറഞ്ഞത്, ഇങ്ങനെയുള്ള സമീപനങ്ങൾക്കൊക്കെ നടുവിലാണ് മല്യ കൂടി രക്ഷപ്പെടുന്നത്. അതിനെ നേരത്തെ KVS ഹരിദാസ് പറഞ്ഞതുപോലെ നിഷ്കളങ്കമായ ഒരു ഇടപെടലിന്റെ ഭാഗമായി അതിനെ കണ്ടുകൂടെ? തീർച്ചയായും അത് വർഷങ്ങളായി തുടർന്നു വരുന്ന ചില പായലുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചു പോയത്. അങ്ങനെ കരുതാമോ ഈ ഘട്ടത്തിൽ അതിനെ? ശ്രീ ദേവദാസ്, വളരെ പെട്ടെന്ന്. ഹലോ,
അത് ഈ മൂത്രപ്പുരയിലെ MLA MP ഫണ്ടിനോണ്ട് വെച്ച പോലെയായി ഈ രാജീവ് റായ്. എല്ലാവരും രക്ഷപ്പെട്ട് ഇനിയുള്ള ബാക്കിയുള്ള 1 ലക്ഷം ലോൺ എടുത്തോനെ പിടിക്കാനായി ഈ രാജീവ് റായ് ഇറങ്ങിയിട്ട് എന്താ കാര്യം? അതൊന്ന്. 2, ഈ പ്രൈവറ്റ് ബാങ്ക് ആക്സിസ് ബാങ്ക് ത്രൂ ആണ് ഇയാൾ കുഴൽപ്പണം പോലെയല്ല ഫോറിനിൽ അയച്ച റെമിറ്റൻസ് ഈ ഫോറിനിലേക്ക് അയച്ചത് ആക്സിസ് ബാങ്ക് ത്രൂ ആ. അപ്പൊ സെബി മാർക്കറ്റ് റെഗുലേറ്റർ എന്ത് ചെയ്തു? ED എന്ത് ചെയ്തു? ഈ ഫിനാൻസ് മിനിസ്റ്റർ ഈ കുന്തം പോലെ ഡൽഹി ക്രിക്കറ്റ് കൈക്കൂലി കൊള്ള കാവി കൊള്ളയടിക്കുന്നു. അതാണ് ലളിത് മോഡി 2015 രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി ഈ അവിടെ നിന്നിട്ട് ലണ്ടനിൽ നിന്നിട്ട് എല്ലാം ഒത്താശ ചെയ്യുന്നു. മല്ലയ്യ പോന്നു, കൈക്കൂലി വാങ്ങുക, ഫണ്ട് വാങ്ങുക, എന്നിട്ട് എന്തെങ്കിലും രാജ്യത്ത് രാജ്യദ്രോഹവും എല്ലാ കലാപം ഉയർത്തി വിടുക, എന്നിട്ട് ആളെ ഡിവൈഡ് ചെയ്യുക, കക്കുക. ഇത് ഖദർ ചെയ്തത് തന്നെ കാവ്യം ചെയ്യുന്നു. ഇതാണ് ചർച്ചയ്ക്കൊടുവിൽ രൂപപ്പെടുന്നത്. ശ്രീ വേണുമോഹൻ, താങ്കൾക്ക് പ്രതികരിക്കാൻ ഒരുപാടുണ്ടെങ്കിൽ പറ്റില്ല, സമയമില്ല. അങ്ങയുടെ പിന്നിലെ രാഷ്ട്രീയ ചിന്താഗതി എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് ഖദറിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അത് രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. തീർച്ചയായും അതൊരു പ്രതീകമായി ഖദറിനെ ഉപയോഗിച്ചതേ ഉള്ളൂ. തീർച്ചയായും ഗാന്ധിജി അല്ല പറഞ്ഞത്. തീർച്ചയായും അത് കേൾക്കുന്നവർക്കും അറിയാം, താങ്കൾക്കും അറിയാം. താങ്കൾ വിഷയത്തെ മറ്റൊരു ഒബ്സഷൻ സൃഷ്ടിക്കരുത്. തീർച്ചയായും എന്താണ് നാട്ടിൽ നടക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ പോയാൽ മതിയോ? ഞങ്ങളുടെ കാര്യത്തിൽ എന്ത്, മുതലാളിമാരുടെ കാര്യത്തിൽ എന്ത്? ഇങ്ങനെയുള്ള ചായക്കട വർത്തമാനങ്ങൾ അന്വർത്ഥമാക്കുകയാണ് രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ. വിജയ് മല്യ രാജ്യത്തുനിന്ന് പോയി.